നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ മാസത്തെ യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കായുള്ള ഫ്രഞ്ച് ടീം പ്രഖ്യാപിച്ചപ്പോൾ കിലിയൻ എംബാപ്പയെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ മാസം 2 മത്സരങ്ങളാണ് നേഷൻസ് ലീഗിൽ ഫ്രാൻസ് കളിക്കുന്നത്. ഇസ്രായേലിനെതിരെയാണ് ഒക്ടോബർ 11 ഫ്രാൻസിന്റെ ആദ്യ മത്സരം. ഒക്ടോബർ 10 ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ 11 പുലർച്ചെ 12:15 കളി. പിന്നെ ബെൽജിയത്തിനെതിരെ അടുത്ത മത്സരം ഒക്ടോബർ 15 പുലർച്ചെ 12:15 ആ മത്സരം. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ നിന്നാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പയെ ഒഴിവാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിക്കായിരുന്നു, നമുക്കറിയാമത്. പക്ഷേ UCL മത്സരത്തിൽ OSCക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. ബട്ട് എംബാപ്പയ്ക്ക് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മാഡ്രിഡിൽ തന്നെ അദ്ദേഹം ഒരു പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനാവാൻ വേണ്ടി മാഡ്രിഡിൽ തന്നെ അദ്ദേഹം റെസ്റ്റ് എടുക്കും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും എംബാപ്പയെ ഫ്രാൻസിന്റെ ഈ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്ക്വാഡിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് അരിയോല, മൈഗ്നൻ, സാംബ എന്നിവരുണ്ട്. ഡിഫൻഡർമാരായിട്ട് ക്ലോസ്, ദിഗ്നെ, ഫൊഫാന, ടിയോ ഹെർണാണ്ടസ്, കൊനാറ്റെ, ഹ്യൂൾസ് കൂണ്ടെ, സാലിബ, ഉപ്പമെക്കാനോ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് കമവിംഗ, ഫൊഫാന, ഗ്യുൻഡോസി, കോനെ, ഷുവാമനി, വാരൻസെ, റെമറി എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിൽ ബർക്കോല, ഒസ്മാൻ ഡംബലെ, രണ്ടൽ കോല മുവാനി, എൻഗുങ്കു, ഒലീസെ, തുറാം എന്നിവരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കിലിയൻ എംബാപ്പ ഇല്ലാതെ ഫ്രഞ്ച് ടീം യുവേഫ നേഷൻസ് ലീഗ് മത്സരം കളിക്കാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.